നന്മയുടെ 3-ാം മണിക്കൂർ. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 20 മുതൽ വാക്യങ്ങൾ. ഫറവോയുടെ സേവകരിൽ കർത്താവിൻ്റെ വാക്കിനെ ഭയപ്പെട്ടവർ തങ്ങളുടെ ദാസന്മാരെയും മൃഗങ്ങളെയും വേഗം വീട്ടിലെത്തിച്ചു. എന്നാൽ കർത്താവിൻ്റെ വാക്കിനെ ഗവനിക്കാതിരുന്നവർ തങ്ങളുടെ ദാസന്മാരെയും മൃഗങ്ങളെയും വയലിൽ തന്നെ നിർത്തി. ഈജിപ്തുകാർ ഒരു ജനമായി രൂപം കൊണ്ട ശേഷം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം മിന്നൽ പിണറുകൾ ഇടകലർന്ന ശക്തമായ കന്മഴ വർഷിച്ചു. അത് ഈജിപ്തിലെ വയലുകളുണ്ടായിരുന്ന മനുഷ്യരെയും മൃഗങ്ങളെയും എല്ലാം നശിപ്പിച്ചു. അവരുടെ ഉണ്ടായിരുന്ന ചെടികളും വൻമരങ്ങളും നിശേഷം തകർന്നടിഞ്ഞു. ഇസ്രായേൽക്കാർ വസിച്ചിരുന്ന ഗോഷാനിൽ മാത്രം മഴ പെയ്തില്ല. പ്രിയമുള്ളവരെ, ഇവിടെയും ദൈവം ചില മുന്നറിയിപ്പുകൾ നൽകുകയാണ്. ദൈവത്തിൻ്റെ വചനം കേട്ട് തിരിയാതെ വന്ന ജനം നശിക്കുന്നതാണ് നാം ഇവിടെ കാണുക. ദൈവം മുന്നറിയിപ്പ് കൊടുത്തു, പക്ഷേ ആ മുന്നറിയിപ്പിനെ അവർ അവഗണിച്ചു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ടോ? ദൈവം തരുന്ന മുന്നറിയിപ്പുകളെ ഗൗരവമായി എടുക്കാതെ നമ്മൾ നാശം സ്വന്തമാക്കുന്നവർ ആയിത്തീരാറുണ്ടോ? പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും നട്ടം തിരിഞ്ഞ് ദൈവത്തിൻ്റെ കോപത്തിന് പാത്രീഭൂതരായി മുന്നോട്ട് പോകാൻ വഴിയാത്തവണ്ണം നാശത്തിലേക്ക് മാറ്റപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മളോട് പറയുകയാണ്. വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്: നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു, ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നിന്നെക്കുറിച്ച് പറയുന്നത്, പക്ഷേ നീ മൃതനാണ്. ഉണരുക, നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. എന്തെന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്റെ പ്രവൃത്തികൾ പൂർണ്ണമായും നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടതും എന്തെന്നനുസ്മരിച്ച് അത് കാത്തു സൂക്ഷിക്കുകയും അനുദപിക്കുകയും ചെയ്യുക. നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് സമയത്താണ് ഞാൻ നിന്നെ പിടികൂടുക എന്ന് നീ അറിയുന്നില്ല. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് തരുന്ന ഉണ്ടും തിന്നും കടന്നു പോകുന്ന നമ്മളോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം വരുമ്പം അവൻ്റെ മുമ്പിൽ വിശുദ്ധിയോടെ പറന്നുയരാൻ തക്ക യോഗ്യത നേടാതിരുന്നാൽ, ഉണ്ടും തിന്നും ഉറങ്ങിയും ഒക്കെ നമ്മുടെ ജീവിതം സുഖലോലുപതയിലൂടെ കഴിച്ചു വിട്ടിട്ട് നമ്മൾ ദൈവത്തെ മറന്നു പോകുന്ന അവസ്ഥയുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചു വരാൻ ദൈവം ആഗ്രഹിക്കുക. നമ്മുടെ ജീവിതത്തെ ഒരു പുനർവിചിന്തനത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാൻ ഈശോ പറയുക. വെളിപാട് പുസ്തകം നമുക്ക് തരുന്ന താക്കീതത. നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു, ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് എന്നെക്കുറിച്ച് പറയുന്നതെങ്കിലും നീ മൃതനാണെന്ന് കർത്താവ് പറയുക. അതുകൊണ്ട് നീ ഉണരണം. അവശേഷിച്ചിരിക്കുന്നതിനെ ഉണർത്തിയെടുത്തുകൊണ്ട്, അവശേഷിച്ചിരിക്കുന്ന കൃപയുണ്ട് നിന്നിൽ, അതിനെ ഉണർത്തിയെടുത്തുകൊണ്ട് തമ്പുരാന്റെ ഹിതം അനുസരിച്ച് ജീവിച്ച് നിത്യതയെ അവകാശപ്പെടുത്തുക. അവൻ്റെ കൂടെ വസിക്കുവാനുള്ള കൃപ നേടിയെടുക്കാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. നമ്മുടെ ജീവിതം ഈ ലോകം കൊണ്ട് തീരുന്നതല്ല, നിത്യതയിൽ എത്തിച്ചേരുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാവുന്നത് എന്ന തിരിച്ചറിവ് ദൈവം നമുക്ക് തരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.